ലൈവില് സായി, ശരണ്യ, സിജോ എന്നിവരിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവർ ടോപ്പിലെത്താൻ പോകുന്ന ഒരു ടോപ്പ് 8 എത്താൻ പോകുന്ന മത്സരാർത്ഥികളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അവിടെ ജിൻഡോ വരുമെന്ന് അവർക്ക് നല്ല ഉറപ്പാണ്. പിന്നെ അവർ പറയുന്നത് അർജുനെയാണ്. സാധാരണ പ്രേക്ഷകർ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അർജുന്റെ. പക്ഷെ അർജുൻ കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അർജുൻ അത്രയും ഇതിലിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ അർജുനും വരാനുള്ള ചാൻസ് ഉണ്ട്. 50-50 ചാൻസ് ആണ് അർജുൻ അവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് അവിടെ ശ്രീധുവിനെ അവിടെ ഫാൻ ബേസ് പിടിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞാൽ ശ്രീധുവും അവസാനം വരെ വന്നു നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നതെന്ന് ശരണ്യ പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ സായും സിജോയും പറയുന്നത് ലാസ്റ്റ് വരെ എത്തുമെന്നുള്ളത് ഉറപ്പില്ല, ചിലപ്പോൾ അതിനു മുമ്പ് പോയേക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം അവിടെ അപ്സര തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു അപ്സരയിൽ നിന്ന് മാറി ഇപ്പോൾ ഒന്നും അല്ലാതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് അപ്സര പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ നന്ദന, ശ്രീരേഖ ഇവർക്കൊന്നും തന്നെ ടോപ്പ് 8 എത്താനുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പൊ ശരണ്യ പറയുന്നുണ്ട് എനിക്കറിയാം, എന്റെ കാര്യവും എനിക്കറിയാം, 50-50 ആണ്, ഞാനും എത്തില്ല എന്നുള്ളത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് എന്നവിടെ പറയുന്നുണ്ട്. പിന്നെ ടോപ്പ് 8 എത്താത്ത മറ്റൊരു മത്സരാർത്ഥിയായിട്ട് പറയുന്നത് അൻസിബയാണ്. അൻസിബയും എത്താനുള്ള ചാൻസ് ഇല്ല, അൻസിബയ്ക്ക് അതിനുള്ള താല്പര്യവും ഇല്ല എന്നുള്ളത് കൊണ്ട് അൻസിബയും എത്തില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ എത്താനായിട്ട് ചാൻസ് ഉള്ള മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് സായിയും സിജോയും ആണ് എന്ന് ശരണ്യ പറയുന്നുണ്ട്. സായിയുടെ ഹെൽത്ത് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ സായിക്ക് എത്താനായിട്ട് സാധിക്കും. സിജോ തീർച്ചയായും വരും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അവരൊരു ടോപ്പ് 8 വരെ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ടോപ്പ് 8 എത്താവുന്ന അതിൽ കൺഫേം ആയിട്ടുള്ള കുറച്ച് മത്സരാർത്ഥികളെ കുറിച്ച് സംസാരിക്കുകയാണ് അവർ. എന്തായാലും ജിൻഡോ വരുമെന്ന് എല്ലാവർക്കും 100% ഉറപ്പാണ്. പിന്നെ ആരൊക്കെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ് അവർ.